ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന പേരിൽ കൊല്ലത്ത് പ്രവർത്തിച്ചു വന്ന കമ്പനിയുടെ തട്ടിപ്പ് പുറത്ത് ബാങ്ക് എന്ന പേരിൽ 50 കോടിയിലേറെ രൂപ നിക്ഷേപം സ്വീകരിച്ച ശേഷം ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു. തട്ടിപ്പിനിരയായതിൽ കൂടുതലും സ്ത്രീകളാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നമുക്കൊരു ജീവിതമാർഗം തരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് മലയും കാടും ഒക്കെ കയറി ഞങ്ങൾ എനിക്ക് എൻ്റെ ഏജൻറ്റ്, എൻ്റെ താഴെയുള്ള ഏജൻറ്റ് ഉൾപ്പെടെ 1 കോടി രൂപയ്ക്കകത്ത് എനിക്ക് കിട്ടാനുണ്ട്. അത് അപ്പം ആ പൈസ നമ്മുടെ കാരണം ഇതിനകത്ത് ചേർന്നിരിക്കുന്ന കൂടുതലും ഭർത്താവില്ലാത്ത മകളകളും അതിനോടൊപ്പം കുടുംബം പോറ്റാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഒരു ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടുമാണ് ഇതിനിറങ്ങി തിരിച്ചത്. 2013 കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കോടികൾ തട്ടിയതായി പരാതി ഉയർന്നത്. പണം നിക്ഷേപിച്ചാൽ വലിയ രീതിയിൽ പലിശ വാഗ്ദാനം നടത്തിയാണ് തട്ടിപ്പ് ആരംഭിച്ചത്. സാധാരണക്കാരായ സ്ത്രീകളെ ഏജന്റുമാരായി നിയോഗിച്ചു. കൊല്ലം കൂടാതെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചു. 2020 കമ്പനി മുന്നറിയിപ്പില്ലാതെ പൂട്ടിപ്പോയതോടെയാണ് നിരവധി സ്ത്രീകൾ വെട്ടിലായത്. എൻ്റെ 2 കുട്ടികൾ കൊച്ചു കുട്ടികളാണ്. അവരെ വളർത്താനുള്ള ഗതി പോലും എനിക്കില്ലാതെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വന്നത്. എനിക്കൊരു രോഗവും ബാധിച്ചു പോയി. അപ്പം എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികളെ രക്ഷിച്ചെടുക്കണം എന്നുള്ള ഇതുകൊണ്ട് നാട്ടുകാരെ ഒരിക്കലും എനിക്ക് പറ്റിക്കാൻ പറ്റില്ല. എൻ്റെ പൈസ ആരാണ് വാങ്ങിയത് അവർ ദയവായി എനിക്ക് തന്ന് എൻ്റെ ജനങ്ങളെ നിന്ന് സംരക്ഷിച്ചെടുക്കണമെന്ന് ദയവായി ഞാനതാ ഇതിനോടൊത്ത് പറഞ്ഞുകൊള്ളുന്നു. എത്രയും പെട്ടെന്ന് എൻ്റെ പൈസ തരാനുള്ള ഒരു സംവിധാനം എല്ലാവരും കൂടെ ചെയ്തു തരണം. രാം സുദർശൻ എന്ന തിരുനെൽവേലി സ്വദേശിയാണ് കമ്പനിയുടെ ചെയർമാൻ. ഇയാളാണ് തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരൻ എന്നാണ് ആരോപണം. ഇയാളുടെ തിരുനെൽവേലിയിലെ വീട്ടിന് മുന്നിൽ സമരം നടത്തിയ സ്ത്രീകളെ ഗുണ്ടകളെ ഉപയോഗിച്ച് നീക്കം ചെയ്തതായും പരാതിയുണ്ട്. നിലവിൽ കമ്പനിയുടെ പേര് മാറ്റി ഹെയിൽ നിധി ലിമിറ്റഡ് എന്ന പേരിൽ തമിഴ്നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതായാണ് വിവരം. കോടികളുടെ തട്ടിപ്പിൽ 2019 കൊല്ലം ഈസ്റ്റ് പോലീസ് FIR രേഖപ്പെടുത്തിയെങ്കിലും രാം സുദർശനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹെയിൽ നിധി ലിമിറ്റഡ് കൂടാതെ ചെന്നൈയിൽ മറ്റു ബിസിനസ്സുകളും നടത്തുകയാണ് രാം സുദർശൻ. ഹിന്ദുസ്ഥാൻ അഗ്രി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി സാധാരണക്കാരായ വീട്ടമ്മമാരിൽ നിന്നും തട്ടിയത് 50 കോടിയിലേറെ രൂപ. ഇതിന്റെ ഉടമ രാം സുദർശനെ പിടികൂടാൻ പോലീസിന് ഇനിയുമായിട്ടില്ല. പ്രതിയെ കിട്ടിയിട്ടില്ല എന്നൊരു വാദമാണ് കേരള പോലീസ് ഉന്നയിക്കുന്നത്. രാം സുദർശനാകട്ടെ തിരുനെൽവേലിയിൽ സ്വൈരവിഹാരം നടത്തുന്നു. ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.